അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. നമസ്കാരം. ഇന്ന് കർക്കിടകം 10. രാമായണത്തിലെ ഒരു പുതിയ വിഷയവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഭരത രാഘവ സമാഗമൻ. പട്ടാഭിഷേക വിഘ്നത്തിനും രാമന്റെ വനവാസത്തിനും ശേഷം കേകയ രാജ്യത്തു നിന്നും അയോധ്യയിലെത്തിയ ഭരതനെ കുറിച്ചാണ് ഈ ഭാഗം പ്രതിപാദിക്കുന്നത്. തന്റെ ജ്യേഷ്ഠനായ രാമനും ലക്ഷ്മണനും രാജ്യം വിട്ട് വനത്തിലേക്ക് പോയി എന്നറിഞ്ഞ ഭരതൻ അവരോടൊപ്പം കാനനത്തിലേക്ക് പോകുവാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ കാനനത്തിലേക്ക് പോകുവാൻ, എല്ലാവരും ഒത്തു പോകാനുള്ള പ്രയത്നത്തിലാണ്. നാളെ പുലർകാലെ പോകുന്നതുകൊണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ, ഭഗവാനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് പോരുവാനായിട്ടുള്ള ഉദ്യമത്തിനാണ് ഭരതൻ കോപ്പുകൂട്ടുന്നത്. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണമെന്നാണ്. അവിടെ ഒഴിവാക്കപ്പെടുന്നത് കൈകേകി മാത്രമാണ്, തനിക്ക് വേണ്ടി വാദിച്ച ആ കൈകേകി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഭരതന്റെ സഹോദര സ്നേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ ഒരു സഹോദര സ്നേഹം, രാമായണത്തിലെ ആ സഹോദര സ്നേഹം, അവിടെ അതായത് ഭരതനും ശത്രുഘ്നനും രാമനും ലക്ഷ്മണനുമുള്ള ആ സ്നേഹം, അത് നമുക്കൊരു പാഠപുസ്തകമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രുക്ക, അദ്ദേഹം നമ്മുടെ ഒപ്പം സന്നിഹിതനാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രസക്തമായൊരു ഭാഗമാണ് അല്ലെ. ഒരു വലിയ ഒരു സഹോദര സ്നേഹമാണ്. രാജ്യം തന്റെ കൈ കിട്ടിയിട്ട് പോലും അത് ഉപേക്ഷിച്ചുകൊണ്ട് അതിന് അർഹതപ്പെട്ട തന്റെ ജ്യേഷ്ഠനെ കാണുവാനായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം വനത്തിൽ നിന്നും രാമനെ തിരിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രയത്നത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെയും അദ്ദേഹം ഒഴിവാക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി, ഭരതന് വേണ്ടി സംസാരിച്ച കൈകേകിയാണ് അദ്ദേഹം ഒഴിവാക്കാൻ പോകുന്നത്. മാതൃജനങ്ങളുമായിട്ട് പോകണം, കൈകേകി ഒഴികെയുള്ള മാതൃജനം അല്ലെ, അതല്ലേ? എങ്ങനെയാണ് ആ സ്നേഹം അങ്ങ് വിലയിരുത്തുന്നത്? സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സ്തുതാ മയാ വരദാ വേദമാതാ പ്രചോദയന്താം പവമാനീ ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. രാമന്റെയും ഭരതന്റെയും സമാഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതാണ് ഇവിടെ വിഷയം. അതിലെ കഥാഭാഗം നമുക്കറിയാം. പട്ടാഭിഷേക വിഘ്നം. ആ സമയത്ത് ഭരതനോടെ ഉണ്ടായിരുന്നില്ല. ഭരതൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാമൻ വനത്തിലാണ്, അല്ലെങ്കിൽ വനവാസത്തിന് തയ്യാറെടുത്ത് അദ്ദേഹം യാത്ര തിരിച്ചു. ഭരതനാകെ വിഷമത്തിലായി. അദ്ദേഹം തൻ്റെ വിഷമം അറിയിച്ചു. ജ്യേഷ്ഠനെ തിരിച്ച് കൊണ്ടുവരുന്നതിന് പരിവാരങ്ങളുമായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങൾ. കാരണം കൈകേകിയാണ് അതിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഭരതനുണ്ടെങ്കിൽ കൈകേയിക്ക് അപ്രകാരം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭരതനില്ലാത്ത സമയത്ത് കൈകേയി ഭരതനെ നാടുവാഴിക്കണം, രാമനെ കാട്ടിലയക്കണമെന്ന് വരം ചോദിച്ചത്. അപ്പൊ ഇവിടെ സാഹോദര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ ഒരു സന്ദേശമുള്ളത്, നമ്മള് കഥ മുഴുവൻ പറയുന്നതിലുപരി ഭരതൻ രാമന്റെ അടുക്കൽ ചെന്നിട്ട് രാമനോട് പറയുകയാണ് കൊട്ടാരത്തിലേക്ക് വരാൻ. പക്ഷെ രാമൻ വരുന്നില്ല. അവിടെയാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു പാദപൂജയാണ് അവിടെ. ശരിക്കും പാദപൂജ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അവിടെ അന്വർത്ഥമാവുകയാണ്.
ശ്രീരാമൻ സൂര്യവംശീയ രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ രാമന് ആ ഒരു സ്ഥാനം കൈയാളുന്നതിന് അവസരം ലഭിച്ചില്ല. വേണമെങ്കിൽ ഭരതന് കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവാകാൻ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഭരതൻ അവിടെ രാമന് പകരം ഒരു രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ജ്യേഷ്ഠനില്ല, എന്നാൽ ഞാൻ രാജാവാകാം, അങ്ങനെ ഒരു തീരുമാനം ഭരതൻ എടുക്കുന്നില്ല. നേരെ മറിച്ച് രാമനെ നിർബന്ധിക്കുന്നു, പക്ഷെ രാമൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. അത് രാജാവാകുക എന്ന് പറഞ്ഞാൽ രാമൻ രാജാവ് തന്നെയാണ്. ശരിക്കും അതിന്റെ കഥയിൽ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു എന്താ പറയുന്ന ഒരു നാടകമോ സീരിയൽ കാണുന്ന പോലെ അല്ല. രാമൻ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്, ദണ്ഡകാരണ്യം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ധർമ്മസമരത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. രാമൻ ശരിക്കും ധർമ്മസമരത്തിന് ഇറങ്ങിത്തിരിച്ച ഒരു ധർമ്മവിഗ്രഹമാണ്. അതിന്റെ കൂടെ സീതയും കൂടി. ആ സീതയും കൂടാൻ കാരണം സീതയ്ക്ക് മാത്രമേ കൂടാക്കാൻ പറ്റുള്ളൂ. സീതയെ പോലുള്ളവർ വളരെ കുറവാണ്. ഈ രാക്ഷസ പ്രഭുത്വത്തിന്റെ നടുവിൽ നിന്ന് ധർമ്മസമരം ചെയ്യാനുള്ള ആ ഒരു മകളാരത്നം സീത മാത്രമാണ്. അതൊക്കെ വേണമെങ്കിൽ വളരെ രീതിയിൽ വ്യാഖ്യാനിക്കാം നമുക്ക്. പക്ഷെ ഇവിടെ ജ്യേഷ്ഠന്റെ അടുക്കൽ ചെന്നിട്ട് ആ ജ്യേഷ്ഠന്റെ പാതകമാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. അതാണ് ശരിക്കും പാദപൂജ. ഒരു ചെറിയ രീതിയിൽ ലക്ഷ്മണന്റെ സ്വഭാവം കൂടി എടുക്കുന്നുണ്ട്. കാരണം ആ പാദപൂജയ്ക്ക് അപ്പുറത്തൊന്നുമില്ല അവിടെ. അത് കൂടുതൽ വ്യാഖ്യാനിക്കൊന്നുമില്ല. ആ രാമന്റെ മെതിയടി, പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി, ആ മെതിയടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മെതികടി കൊണ്ടുപോയി മന്ദിഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം ഭരണം നടത്തുകയാണ് ചെയ്തത്. അപ്പൊ ഒരു ഭരണാധികാരിയുടെ ഗുണഗണങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഭരതൻ ചെയ്ത ആ ഒരു പ്രവൃത്തി നമുക്ക് പഠിക്കണം. ശരിക്കും ഒരു ഭരണാധികാരി അങ്ങനെ ആയിരിക്കണം. രാമന്റെ മെതിയടി എന്ന് പറയുമ്പോൾ തന്നെ, ആ പാതകം എന്ന് പറയുമ്പോൾ തന്നെ, ഈ ഒരു ക്ഷത്രിയന് ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ, ഈ പറയുന്ന നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പാതകം തന്നെയാണ്. കാരണം നമ്മൾ നടക്കുന്നത് ഈ മണ്ണിൽ കൂടെ തന്നെയാണ്. കാരണം ഇതിനപ്പുറത്ത് ഒരു അമ്മയില്ല. ഇതും ഒരു വരദാനമാണ്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന പോലെ ഈ രാക്ഷസ പ്രഭുത്വവും ആസുരീയ ശക്തികളും ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ഈ സാധുക്കളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഇന്നങ്ങനെ ഉണ്ടോ? ശരിക്കും ഇന്ന് അങ്ങനെ ഒരു പാദപൂജ എന്ന് പറയുന്ന സങ്കല്പം ഭരണാധികാരികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒന്നും ഇല്ല. കാരണം അങ്ങനൊരു സങ്കല്പം പോലും മനസ്സിലില്ല. ഇവിടെ വാസ്തവത്തിൽ നടക്കുന്നത് എന്താണ്? ഈ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അരാജകത്വവാദികളായ ഭരണാധികാരികളാണുള്ളത്. നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഉടവാള് പത്മനാഭന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് പത്മനാഭദാസനായി ജീവിച്ചു. അതിലും ഒരു തത്വമുണ്ട്, പത്മനാഭദാസത്വം. ഞാൻ ദാസനാണ്, സേവകനാണ്. ഭരണാധികാരി എപ്പോഴും സേവകനോ ദാസനോ ആയിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി അതിന്റെ ഉള്ളിലുണ്ട്. ഞാനത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം. അപ്പൊ ശരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു മനോഭാവം അധികാരി വർഗത്തിലുണ്ടെങ്കിൽ ഈ ലോകം സ്വർഗതുല്യമായി തീരും. അല്ലെങ്കിൽ ലോകത്ത് അശാന്തി ഒരിക്കലും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഭരതനോടുള്ള നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഭരതൻ ആ ജ്യേഷ്ഠന്റെ പാതുകം, ആ മെതിയടി ഭക്തിപുരസരം ശിരസിലേറ്റി നന്ദിഗ്രാമത്തിൽ കൊണ്ടുവച്ച് പൂജിച്ച് വളരെ കാലം ആ 14 സംവത്സരം ഭരണം നടത്തിയത്. ഇതിനപ്പുറത്തൊരു വ്യാഖ്യാനം അതിനുണ്ടെന്ന് തോന്നുന്നില്ല. കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി നമുക്ക് പറയാനില്ല. ഇനി രാമൻ വന്നപ്പോഴോ, രാമൻ തിരിച്ച് ദണ്ഡകാരണ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴോ രാമനെ ഏൽപ്പിക്കുകയാണല്ല. ദേ അങ്ങ് ഏൽപ്പിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ ചെയ്തു. ഖജനാവിലുള്ളത് കൂടുതലാണ്, എല്ലാം മീതയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പറയുന്നുണ്ടത്. അങ്ങനെ ജ്യേഷ്ഠൻ ഏൽപ്പിച്ചത് എന്തോ അത് അതിലും ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ അതിലും ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കുക. അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അതാണ് ആ ഒരു സന്ദേശം. ഈ ഒരു സന്ദേശമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സന്ദേശം നമ്മുടെ ആർഷധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് എത്ര പേരത് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളൂ. പലർക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് സ്വാമിജിയൊക്കെ പാദപൂജ എന്ന് പറയുന്നത്. പാദപൂജ ജീവിതം തന്നെ ഒരു പാദപൂജയാണ്. നമ്മൾ ഓരോരുത്തരും ആ പാദപൂജ എന്ന് പറഞ്ഞാൽ കേവലം പാദസേവയല്ല. അത് ഇവിടെ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുന്നത്. ആ പാദപൂജ സേവയായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ സേവകന്മാരായിട്ട്, ഭഗവാന്റെ സേവകന്മാരായിട്ട് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാന്തിക്കും സമാധാനത്തിനും വേറെ ഒന്നും പോകേണ്ട ആവശ്യമില്ല.
ഈ പാദപൂജയിലൂടെ ഭഗവാന്റെ ഇംഗിതം തന്നെയാണ് അതെ ഭരതനോട് അതെ നടപ്പാക്കിയിരിക്കുന്നത്. അതാണ് ആ രംഗത്തിന്റെ അയോധ്യകാന്ഡം. അവിടെ തീരുമ്പോൾ അങ്ങനെയാണ്. ആ സമാഗമത്തിലൂടെ, ആ പരിശുദ്ധ സമാഗമത്തിലൂടെ നമുക്ക് ആ പാദപൂജ സംസ്കാരം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ആ ഭാഗത്തോടു കൂടി അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അരണ്യകാന്ഡമാണ്. അപ്പോൾ അരണ്യകാന്ഡത്തിൽ കിടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഈ പാദപൂജയിലൂടെ നമ്മുടെ ഈ സത്സംഗം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണ മാസം സംതൃപ്തിയും സമാധാനവും നൽകുന്ന ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിൽ, ഗുരുപരമ്പരയുടെ പാദപത്മങ്ങളിൽ വിനയപുരസ്സരം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. അയോധ്യാകാന്ഡം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ 11-ാം തീയതി കർക്കിടകം 11 അരണ്യകാന്ഡമായി, അതിലെ വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും കാണുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റും ദൂരീകരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ കമന്റുകളായി ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ച വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനങ്ങു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ.